എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നോർത്ത് ഇന്ത്യൻ സുവിശേഷകനായ ശ്രീ PG വർഗീസ് അവர்களுടെ നൃത്തത്തോട് ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങളിൽ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ചില പിഴവുകൾ എന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിന് ഒരു ക്ഷമാപണം നടത്തുവാനും അതിനോട് ചില ആഡിങ്സ് ആവശ്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അവകൾ ചേർക്കുവാനുമാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യമായി ഞാൻ പറഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ ഉണ്ടായ തിരുത്ത് എന്ന് പറയുന്നത്, ശ്രീ PG തന്റെ ജോലി രാജിവെച്ചിട്ടാണോ അല്ലാതെയാണോ താൻ സുവിശേഷ വേലയ്ക്ക് പോയത് എന്നെനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പെൻഷനായിട്ടായിരിക്കാം എന്നൊരു പദപ്രയോഗം അതിനകത്ത് വന്നിട്ടുണ്ട്. അത് തികച്ചും തെറ്റാണ്. അദ്ദേഹം 30-ാം വയസ്സിൽ ജോലി ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് സുവിശേഷ പ്രവർത്തനത്തിന് പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. മറ്റു പലരും എന്നെ വിളിച്ച് പറയുകയും ചെയ്തു അതാണ് അതിന്റെ സത്യാവസ്ഥ എന്ന്. അതൊരു ഭീകരമായ തെറ്റല്ലെങ്കിലും PG വളരെയധികം സ്നേഹിക്കുന്നവർക്ക് അതൊരു വലിയ തെറ്റായി തോന്നുകയും എന്നെ വിളിച്ച് അക്കാര്യം ഓർപ്പിക്കുകയും ചെയ്തു. അതിനോട് ചേർത്ത് PG കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ പലരും ശ്രമിച്ചു. അതിലെന്നെ ചിന്തിപ്പിച്ചത് ഒരു ശബ്ദരേഖയാണ്. PG വെള്ളപൂശുവാൻ വേണ്ടി ശ്രമിച്ച ഒരു ചാനലിലെ ഒരു സഹോദരൻ നടത്തിയ ഒരു പരാമർശം, ഒരു ശബ്ദരേഖ എനിക്ക് ലഭ്യമായി. ഞാനത് പബ്ലിഷ് ചെയ്യാനൊന്നും തയ്യാറല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില ചിന്തകൾ അല്ലെങ്കിൽ വിലയിരുത്തലുകൾ എന്നെ ചിന്തിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കൃത്യമായി മറുപടി പറയണം എന്നെനിക്ക് തോന്നിയത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞ ആ വീഡിയോയിൽ അതും ശരിയാണ് ഇതും ശരിയാണ് എന്ന നിലയിൽ ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞു. അത് തികച്ചും തെറ്റാണ്. ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. നൃത്തം ചെയ്യുന്നത് തെറ്റല്ല, പക്ഷേ ഇപ്പോൾ PG ചെയ്ത ആ നൃത്തം തികച്ചും തെറ്റാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് തെളിച്ചു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവർക്കും മനസ്സിലാകാത്തത് എന്നെനിക്കറിയില്ല. നൃത്തം ചെയ്യുന്നതിനകത്ത് ഒരു പാപവും ആരും പറഞ്ഞില്ല. അത് കേൾവിക്കാരും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് വരെ ഇട്ട ചാനലുകാർ ആരും അത് പറഞ്ഞിട്ടില്ല. PGയുടെ പണ്ടേ ഉള്ള രീതിയാണ് നൃത്തം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞിരുന്നു, 25 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ നൃത്തം ഞാൻ കണ്ടിട്ടുണ്ട്, അതിനെ ആസ്വദിച്ചിട്ടുണ്ട്, അത് ദൈവസ്നേഹത്തിലാണ് അദ്ദേഹം ചെയ്തതെന്ന് കരുതുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ കർത്താവിനേക്കാൾ PGയോട് താല്പര്യം തോന്നിയിട്ടാണോ ചിലര് കണ്ണിലും മഞ്ഞ കലരുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ആ പറഞ്ഞ കാര്യം വളരെ കൃത്യമായി ഞാൻ ഒന്നുകൂടി പറയുകയാണ്. നൃത്തം ചെയ്യുന്നതിനെ പാപമായിട്ട് ആരും തന്നെ പറഞ്ഞിട്ടുള്ളതായി തോന്നുന്നില്ല. പക്ഷേ കൃത്യമായി പാസ്റ്റർ ബാബു ചെറിയാന്റെ അനൗൺസ്മെന്റിന്റെ അകമ്പടിയോടുകൂടി PG അങ്കിളിതാ നൃത്തം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായ നൃത്തവും പ്രകടനവും അങ്ങേയറ്റം തെറ്റ് തന്നെയാണ്. അതിനെ ആരും വെള്ള പൂശുന്നത് കൊണ്ട് അർത്ഥമില്ല. അപ്പോൾ വരുന്ന അടുത്തൊരു ന്യായം, PG പണ്ടേ ഡാൻസ് ചെയ്യാറുണ്ട്. ആ ഡാൻസുകളെല്ലാം ദൈവസ്നേഹം അകത്ത് മൂത്തിട്ട് സന്തോഷാധിക്യം കൊണ്ട് അദ്ദേഹം നടത്തുന്ന വികാര പ്രകടനമാണെങ്കിൽ കൃത്യമായും അത് ശരിയാണ്. വികാരമില്ലാതെ പ്രകടനം മാത്രമാണെങ്കിൽ 100% അത് തെറ്റാണ്. അതിനെയാണ് നമ്മൾ അഭിനയം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ സ്നേഹം ഉള്ളിൽ കയറി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉണ്ടാകുന്ന വികാര പ്രകടനമാണെങ്കിൽ, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ദൈവസ്നേഹം അകത്ത് നിറഞ്ഞു തുളുമ്പിയതിന്റെ വികാര പ്രകടനമാണ് താൻ ചവിട്ടുന്ന നൃത്തമെങ്കിൽ അത് തിന്മയല്ല. അല്ല, വരുന്ന ആൾക്കാരുടെ മുമ്പിൽ കഥകളി നടത്തുന്നതാണെങ്കിൽ തീർച്ചയായും അത് തെറ്റ് തന്നെയാണ്, അത് തിന്മ തന്നെയാണ്. അതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. വേടൻ നടത്തുന്നത് പോലെയുള്ള നൃത്ത ചുവടുകൾ ഒരു സുവിശേഷകന് യോജിച്ചതല്ല എന്നതിന് യാതൊരു സംശയവുമില്ല. ദൈവസ്നേഹം മൂത്തിട്ട് നടത്തുന്ന വികാര പ്രകടനമാണെങ്കിൽ, ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം, വികാര പ്രകടനമാണെങ്കിൽ, വികാരമില്ലാതെയുള്ള വെറും പ്രകടനമാണെങ്കിൽ കണ്ടോണ്ടിരിക്കുന്നവനും അത് പ്രകടനമായി തിരിച്ചറിയും എന്ന് തിരിച്ചറിയണം. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ഏതെങ്കിലും മാനസിക വെല്ലുവിളി ഉള്ളവരല്ല എന്നറിയണം.
അവർ ശരിക്കും തെളിഞ്ഞ ബുദ്ധിയോടെ കാര്യങ്ങളെ വിലയിരുത്തും എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണ്. പി ജി അങ്കിൾ പണ്ട് തൊട്ട് ഡാൻസ് കളിക്കുന്നുണ്ടോ ഇപ്പൊ കളിക്കുന്നുണ്ടോ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. കളിക്കുന്ന ഡാൻസ് വികാരപ്രകടനമാണെങ്കിൽ നല്ലത്, വെറും പ്രകടനമാണെങ്കിൽ പാളിപ്പോയി. അതിനു വേണ്ടി യേശുവിന്റെ പേര് പറഞ്ഞ് ചെയ്യുന്നതിനെ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. പി ജിയുടെ ഇതുവരെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ ഒന്നും നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനിവിടെ ആരും പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു എന്നതിന്റെ വിലയിരുത്തൽ ഒന്നുമല്ല ഇവിടെ നടക്കുന്നത്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ ശബ്ദരേഖയ്ക്കകത്ത് ഞാൻ കേട്ടത് പി ജിയെ കുറിച്ച് ജോബി ഹാൽവിന് ഒന്നും അറിയില്ല. നമ്മൾ അറിയണം, കടലിനെ കുറിച്ച് ഒരു വിലയിരുത്തൽ പറയാൻ കടലിലെ മുഴുവൻ വെള്ളവും കുടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കടലിനെ കുറിച്ച് പറയാൻ ഒരു കുമ്പിൾ വെള്ളം നമ്മൾ വിലയിരുത്തിയാൽ മതിയാവും. അതുപോലെ പി ജിയുടെ ഈ നൃത്തത്തെക്കുറിച്ച് പറയാൻ, ഞാൻ ഈ ഒരു നൃത്തത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള ഒരു നൃത്തത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഈ വീഡിയോയിലാണ് പറയുന്നത്. ആ നൃത്തങ്ങളും വെറും പ്രകടനമാണെങ്കിൽ 100% ഫേക്കാണ്, വചനവിരുദ്ധമാണ്, ദൈവനിഷേധമാണ്. അതിന് ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന സ്റ്റേജിലേക്ക് നമ്മൾ മാറ്റേണ്ടി വരും. അല്ല, അകത്ത് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് നടത്തിയ വികാര പ്രകടനമാണെങ്കിൽ അതിനെ അംഗീകരിക്കേണ്ടതായി വരും. അത് കർത്താവും അംഗീകരിക്കും. ഇനി നമുക്ക് ബൈബിൾ ഒന്ന് പരിശോധിച്ചാൽ, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം പുസ്തകം 4-ാം അധ്യായം. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് ഇസ്രായേൽ ഫെലിസ്തീനരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഏബനേസരിനരികെ പാളയമിറങ്ങി. ഫെലിസ്തീർ അഫെക്കിലും പാളയമിറങ്ങി. ഫെലിസ്തീനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധം നടക്കുകയാണ്. ഫെലിസ്തീർ ഇസ്രായേലിന്റെ നേരെ അണിനിരന്നു. പരന്നപ്പോൾ ഇസ്രായേൽ ഫെലിസ്തീനോട് തോറ്റുപോയി. ഏകദേശം 4000 പേരെ അവർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു. ഇസ്രായേൽ ഫെലിസ്തീനയുടെ മുമ്പിൽ പരാജയപ്പെടുന്നു. 4000-ഓളം പേർ കൊല്ലപ്പെടുന്നു. പടജനം പാളയത്തിൽ വന്നാറെ ഇസ്രായേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്തീനോട് തോൽക്കുമാറാക്കിയത് എന്ത്? നാം ശീലോവിൽ നിന്ന് യഹോവയുടെ പെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക. അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഫെലിസ്തീനുമായി ഇസ്രായേൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ആദ്യ ദിവസം തന്നെ 4000 പേര് സംഹരിക്കപ്പെടുന്നു. ഇസ്രായേലിലെ ആൾക്കാർ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തു, എന്തുകൊണ്ട് സംഭവിച്ചു പരാജയം. മരുഭൂമിയിൽ യാത്രയിൽ പെട്ടകത്തെ ചുമന്ന് വന്നതുകൊണ്ടാണ് ഇസ്രായേൽ വിജയം കണ്ടത് എന്നും, ആ പെട്ടകം ഇപ്പോൾ നമ്മുടെ നടുവിൽ ഇല്ലാത്തത് കൊണ്ടാണ് യുദ്ധത്തിൽ പരാജയപ്പെടുന്നതെന്നും ഒരു ചിന്ത എവിടെ ഉണ്ടാവുകയും, ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ ജനം ആ പെട്ടകമെടുത്ത് യുദ്ധക്കളത്തിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. അങ്ങനെ ജനം ശിലോവിലേക്ക് ആളയച്ചു. അവർ കെരൂബുകളുടെ മധ്യ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു. ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പെട്ടു. അപ്പൊ ഓർക്കണം, യഹോവയുടെ പെട്ടകം ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന പെട്ടകം മാത്രമല്ല ഉണ്ടായിരുന്നത്, യഹോവയുടെ സാന്നിധ്യവും നിശ്ചയമായും ഇസ്രായേലിന്റെ കൂടെ ഉണ്ടായിരുന്നു. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ഇസ്രായേൽ ജനത്തിന്റെ കൂടെ കർത്താവ് നടന്നിരുന്നു. ആ പെട്ടകം യാത്ര ചെയ്ത എല്ലായിടത്തും വിജയങ്ങൾ ഉണ്ടായി എന്ന വസ്തുത ഇസ്രായേലിൽ എങ്ങും പാട്ടാണ്. പക്ഷേ കനാൻ നാട്ടിലെത്തിയ ഇസ്രായേൽ ആ പെട്ടകം ഒരിടത്ത് മാറ്റിവെച്ചിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഇസ്രായേലും ഫെലിസ്തീനുമായി യുദ്ധം നടക്കുമ്പോൾ പരാജയം സംഭവിച്ചത് കൊണ്ട് പരാജയം മാറ്റേണ്ടതിന്, യഹോവ എത്തേണ്ടതിന് പകരം പെട്ടകം കൊണ്ടുവന്ന് പാളയത്തിലേക്ക് പെട്ടകം എത്തുമ്പോൾ വിജയം നമ്മുടെ പക്ഷത്തായി എന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രായേൽ മക്കൾ ഭൂമി കുലുങ്ങും വണ്ണം ആർത്തു വിളിച്ചെന്നാ പറയുന്നേ. ഇവിടെ ഡാൻസ് കണ്ടതുപോലെ വികാരമില്ല, ഒരു പ്രകടനം നടത്താൻ തയ്യാറായി. ദൈവമോ ദൈവ സാന്നിധ്യമോ ഇല്ല, സാന്നിധ്യം ഉള്ളതുപോലൊരു വെടിക്കെട്ട് നടത്താൻ തയ്യാറായി. ഫെലിസ്ത്യർ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ ഭാഗത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്തെന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്നവർ ഗ്രഹിച്ചു. താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം,
ഫെലിസ്ത്യർ സ്ട്രോങ് ആയി. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞു, ഭയപ്പെട്ടു. നമുക്കയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും? ഇത് ഫെലിസ്ത്യർ പറയുന്നതാണ്. മിസ്രയീമ്യരെ മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇത് തന്നെ. ഫെലിസ്ത്യരെ, ധൈര്യം പൂണ്ട് പുരുഷത്വം കാണിപ്പിൻ. എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നത് പോലെ നിങ്ങൾ അവർക്കാകരുത്. പുരുഷത്വം കാണിച്ച് പൊരുതുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഫെലിസ്ത്യർ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു. ഓരോരുത്തൻ താന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേലിൽ 30,000 കാലാൽ വീണു പോകത്തക്കവണ്ണം ഒരു മഹാസംഹാരമുണ്ടായി. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു. ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനഹാസും വീണുപോയി. പിന്നെ നമുക്കറിയാം, പരാജയം അങ്ങോട്ടുണ്ടാവുകയാണ്. ഇസ്രായേലിലെ പുരോഹിതനായിരുന്ന ഏലി ആസനത്തിൽ നിന്ന് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു മരിക്കുന്നു. മകന്റെ ഭാര്യ പ്രസവിച്ച് അവിടെ വീണ് മരിക്കുന്നു. കുഞ്ഞിന് മഹത്വം ഇസ്രായേലിൽ നിന്ന് പൊയ്പോയി എന്നർത്ഥം വരുന്ന ഈ ഖബോത്ത് എന്ന് പേരിടേണ്ടിയും വന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഫെലിസ്തീനുമായുള്ള യുദ്ധത്തിന്റെ നടുവിൽ യഹോവ ഇറങ്ങേണ്ടതിന് പകരം പെട്ടകം കൊണ്ടുവച്ച് ഇതുപോലൊരു പ്രകടനം നടത്തിയത് ഇസ്രായേലിന്റെ പരാജയത്തിന് കാരണമായെന്ന് മാത്രമല്ല, പുരോഹിത ശ്രേഷ്ഠന്മാരെല്ലാം കശാപ്പ് ചെയ്യപ്പെട്ടു. പെട്ടകം ആമ്പിള്ളേരെ പിടിച്ചോണ്ടുപോയി. ഈ സംഭവമാണ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വെറും പ്രകടനങ്ങൾ മാത്രം കാണിച്ച് ദൈവസ്നേഹം ഒട്ടും ഉള്ളിലില്ലാത്ത വിധം കാണിച്ചു കൂട്ടുന്ന ഈ വൃത്തികേടുകൾക്കെതിരെ ആരും സംസാരിക്കാനും തയ്യാറല്ല. ഇത് തിന്മയാണെന്ന് പറയാൻ പോലും ആർക്കും തയ്യാറില്ല. അതിനുപോലും നാവിന് ബലമില്ലാതെ എല്ലാവരും അടിമത്വം പിടിച്ചതുപോലെ, ആത്മീക ഷണ്ണത്വം ബാധിച്ചതുപോലെയുള്ള ഈ യാത്ര അപകടകരമായതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ആ ശബ്ദരേഖയിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ആവലാതി, പെന്തക്കോസ്റ്റിനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. എനിക്കല്ല, ആ പറയുന്നയാൾക്ക് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാവരും പെന്തക്കോസ്റ്റിനെതിരെ നിൽക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ അതിനെ താങ്ങേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരു കാര്യം തിരിച്ചറിയണം, പെന്തക്കോസ്റ്റ് എന്ന പേര് തന്നെ പെന്തക്കോസ്റ്റ് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന അർത്ഥത്തിൽ പരിശുദ്ധാത്മ പൂർണ്ണരായിരിക്കുന്ന സഭക്കാർ ഉപയോഗിക്കുന്ന ഒരു പേരാണ്. ആ അനുഭവത്തിലായിരിക്കുന്നവരെ ഉപദ്രവിക്കാൻ ആർക്കും കഴിയില്ല. അവരുടെ തലയറുത്താലും അവർ സ്വർഗരാജ്യത്തിന് വേണ്ടി തന്നെ പോകും. അവരെ ആർക്കും അധിക്ഷേപിക്കാൻ കഴിയില്ല. സംഘടനകളെ നിങ്ങൾ വേണമെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തോളൂ, അത് വിഷയമുള്ള കാര്യവുമല്ല. പെന്തക്കോസ്റ്റിനകത്തൊരു വ്യക്തി പുഴുക്കൊത്ത് കാണിച്ചാൽ, ഇപ്പോൾ ഞാനൊരു തെറ്റ് കാണിച്ചു, അതിനെ പെന്തക്കോസ്റ്റുകാരെല്ലാരും കൂടെ ചേർന്ന് മെഴുകുകയല്ല വേണ്ടത്, വെള്ളതേക്കുകയല്ല വേണ്ടത്. എനിക്കതിനെ ആ പാപത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ശക്തി കിട്ടേണ്ടതിന് പ്രാർത്ഥിക്കേണ്ടതും ഞാൻ ആ പാപം ഏറ്റുപറഞ്ഞ് മടങ്ങേണ്ടതുമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ജോബി ഹാൽവിൻ പെന്തക്കോസ്റ്റിന്റെ ഒരു ഭാഗമാണ്, അയാൾ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു, ആ തെറ്റിനെ 4 ആളുടെ ഇടയിൽ ശരിയാണെന്ന് തെളിയിക്കുകയല്ല വേണ്ടത്. അയാൾ ചെയ്ത തെറ്റ് ഒരു തെറ്റല്ലെന്നാക്കി തീർക്കുകയല്ല വേണ്ടത്. ജോബി ഹാൽവിൻ ചെയ്തത് കൊണ്ട് അതിനെ തെറ്റായി കണക്കാക്കാൻ പറ്റില്ലെന്ന് വരുത്തുകയല്ല വേണ്ടത്. തെറ്റിനെ തെറ്റായി തന്നെ കാണണം. നമ്മൾ അറിയണം, നമ്മുടെ യേശു കർത്താവിന്റെ അടുക്കൽ നമുക്ക് ചെന്നാൽ നമ്മുടെ പാപം കടും ചുവപ്പായാലും നമ്മുടെ കർത്താവ് അത് ഹിമം പോലെ വെളുപ്പിച്ചു തരാൻ തയ്യാറാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ പാപം രക്താംബരം പോലെ ആയാലും പഞ്ഞി പോലെ ആക്കി തരാൻ തയ്യാറാണ്. ഇത്ര നല്ല കർത്താവ് നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിന് രക്താംബരം പോലെയും കടും ചുവപ്പുമായിരിക്കുന്ന നമ്മുടെ പാപത്തെ നമ്മൾ വെറുതെ വെള്ള തേച്ച് മെഴുകാൻ ശ്രമിക്കുന്നതിനാണ്? തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ. നമ്മളെല്ലാവരും ഈ ശവത്തിൽ വസിക്കുന്നവർ തന്നെയാണ്. നമുക്ക് കുറവുകൾ സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകളെ അടച്ചുപിടിക്കുകയല്ല വേണ്ടത്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഈ കാണിച്ച ഡാൻസ് ശരിയാണെന്ന് എങ്ങനെയാണ് തെളിയിക്കാൻ കഴിയുക? വികാരമില്ലാത്ത വെറും പ്രകടനമാണെന്ന് ആ ചാട്ടം കണ്ടാൽ എല്ലാവർക്കും ബോധ്യമാകും. അതുകൊണ്ട് അതിനെ മെഴുകാൻ ശ്രമിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. തെറ്റിനെ തെറ്റായി തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി എന്ന് പാസ്റ്റർ ബാബു ചെറിയാനും ശ്രീ PG അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. അവിടെയാണ് ഇതിന്റെ പകിട്ട് വർദ്ധിക്കുന്നത്. ഇമാതിരി ഒരു വൃത്തികേട് കാണിക്കാൻ ജനം തയ്യാറാകാത്ത വിധം ജനം നമ്മളെ കണ്ടുപഠിക്കണമെങ്കിൽ തലമുതിർന്ന നേതാക്കന്മാർ തെറ്റ് പറ്റുന്നതിനെ മൂടാനല്ല ശ്രമിക്കേണ്ടത്. പറ്റിപ്പോയി എന്ന് ഒരു വാക്ക് പറയാൻ തയ്യാറായാൽ
ഈ മുഴുവൻ ജനവും അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് അടുക്കാൻ ശ്രമിക്കും എന്ന വസ്തുതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവല്ലാതെ ഇവകളെ മൂടി വെച്ചുകൊണ്ട് എനിക്ക് പെന്തക്കോസ്തിനോട് സ്നേഹമാണ്, ആനയേക്കാൾ ആനപ്പിണ്ടത്തെ സ്നേഹിക്കുന്നത് മാന്യമായ ഇടപാടൊന്നുമല്ല. പ്രസ്ഥാനത്തെ അല്ല സ്നേഹിക്കേണ്ടത്, സംവിധാനങ്ങളെ അല്ല സ്നേഹിക്കേണ്ടത്, വ്യക്തികളെ അല്ല സ്നേഹിക്കേണ്ടത്. നമുക്ക് വേണ്ടി ജീവൻ നൽകിയ നമ്മുടെ കർത്താവായ യേശുവിനെയാണ് സ്നേഹിക്കേണ്ടത്. ആ യേശുക്രിസ്തുവിന്റെ പേരും പറഞ്ഞ് അന്യായങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് ഇവകളെല്ലാം നമ്മൾ കർത്താവിന് വേണ്ടി 50 കൊല്ലം ഓടിയ ശുശ്രൂഷകനായതുകൊണ്ട് എല്ലാവരും സഹിച്ചോളണം എന്ന് പറയുന്നത് ഷണ്ണത്വമാണ്. അവകൾ മാറ്റാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ സഭകൾക്കകത്തുള്ള ശാപം എന്ന് പറയുന്നത്. എല്ലാ തിന്മയ്ക്കും സോപ്പിടാൻ വേണ്ടി കുറെ പേർ ഇറങ്ങും, അല്ലേ? പെന്തക്കോസ്തിനകത്തെ പൊളിറ്റിക്സ് മോശമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തേ അതിനെതിരെ ആരും പ്രതികരിക്കാത്തത്? എല്ലാവരും അതിന്റെ കൂടെ കളിക്കാൻ തയ്യാറാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പാപത്തോടൊരു താല്പര്യമാണ്. പാപം ചെയ്യാൻ താല്പര്യമുള്ള ഒരു ശരീരമാണ് നമുക്കുള്ളത്. നമ്മൾ ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്ത് ഈ ശവത്തെ ജയിച്ച്, ഈ ഭൂമിയെ ജയിച്ച്, മരണത്തെ ജയിച്ച് നമ്മൾ അക്കരെ ചെന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അക്കാര്യം നമുക്ക് എല്ലാവർക്കും തിരുവഴുത്തിൽ നിന്ന് കൃത്യമായിട്ട് അറിയാം. പിന്നെന്തേ പാപം കാണുമ്പോൾ നമ്മൾ കുനിഞ്ഞു കൊടുക്കുന്നത്? ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. പാഠഭേദക്കാരന്റെ ഒരു വിലയിരുത്തൽ കണ്ടപ്പോൾ മറുപടി പറയണമെന്ന് എനിക്ക് നിർബന്ധം വന്നതുകൊണ്ടാണ് ഞാൻ ഈ മറുപടി പറയുന്നത്. ഏറ്റവും ഒടുവിലായി ഈ മൂപ്പര് പറയുന്നത്, PG അങ്കിൾ ദീർഘനാളുകൾ പ്രവർത്തിച്ച ദൈവദാസനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനൊരു കുറവ് വന്നാൽ തന്നെ, അതാണ് അയാളെ ശബ്ദരേഖ പറയുന്നത്, ഒരു കുറവ് വന്നാൽ തന്നെ എല്ലാവരും കല്ലെറിയാൻ നിൽക്കുമ്പോൾ നമ്മൾ മൂടിക്കൊടുക്കേണ്ടത് ആവശ്യമാണ്. സ്നേഹം പാപത്തിന്റെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്നൊരു വാക്യം നമുക്ക് അനുകൂലം പോലെ തോന്നുന്ന രീതിയിൽ കിടക്കുമ്പോൾ നമ്മൾ അറിയണം, അത് പാപം ചെയ്യാൻ കൂട്ടുകാരനെ പ്രേരിപ്പിക്കുന്ന ഒന്നല്ല. പ്രത്യുത പാപം മറയ്ക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ അയാളെ സഹായിക്കുന്നു എന്നാണ് അതിനർത്ഥം. അല്ലാതെ അയാളുടെ പാപത്തെ ആരും കാണാതെ മറച്ചു വച്ചിരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. സ്നേഹം പാപത്തിന്റെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തെറ്റിനെ നമ്മളെല്ലാവരും കൂടെ ഒളിച്ചു വെക്കുന്നു എന്നല്ല, ആ പാപത്തിൽ നിന്ന് അയാളെ മോചിക്കാൻ അയാളെ സഹായിക്കുന്നു എന്നാണ് അതിനർത്ഥം വരേണ്ടത്. കാര്യം വളരെ വ്യക്തമായി തിരിച്ചറിയണം. ഞാനൊരു ചെറിയ വാക്യശകലം കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. യെഹെസ്കേൽ പ്രവചനം 33-ാം അധ്യായം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാവൽക്കാരനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാവൽക്കാരനെ ആക്കി വെക്കേണ്ടതിന്റെ ഉദ്ദേശം, ദേശത്തിന് വാള് വരുന്നെങ്കിൽ കാവൽക്കാരൻ ഉണർന്ന് ദേശത്തിലെ ജനത്തെ പ്രബോധിപ്പിക്കണം. ഞാൻ എന്റെ കൂടുതൽ വിശദീകരണങ്ങൾ പറയുന്നില്ല. 7-ാം വാക്യം, അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനായി വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. കണ്ടോ, ദൈവത്തിന്റെ വായിൽ നിന്ന് കേട്ട് ദൈവത്തിന്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തണം. അടുത്ത് പറയുക, ഞാൻ ദുഷ്ടനോട് ദുഷ്ട നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ട് തിരിവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ. വാക്ക് വളരെ ശ്രദ്ധിക്കണം. ദുഷ്ടനോട് അവൻ മരിക്കുമെന്ന് പറയുമ്പോൾ വെറുതെ ചെന്ന് അവൻ്റെ അടുത്ത് നീ മരിക്കും വേണമെങ്കിൽ ഗുണപ്പെട്ടോ എന്നല്ല പറയേണ്ടത്. ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരിയുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യം നിമിത്തം മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. അപ്പൊ നമ്മുടെ ജോലി എന്ന് പറയുന്നത് എങ്ങനെങ്കിലും സുവിശേഷം അറിയിക്കുക എന്നുള്ളതല്ല. എന്തെങ്കിലും കാര്യങ്ങൾ കരുതിക്കൂട്ട് യേശു മരിച്ചു എന്ന കാര്യം നാട്ടുകാരെ കേൾപ്പിക്കുകയല്ല. യേശു എന്ന നാമം മാത്രം ജനമധ്യേ വിളിച്ചു പറയുകയല്ല നമ്മുടെ ഉദ്ദേശം. കുറെ അത്ഭുതങ്ങൾ നടത്തുക എന്നുള്ളതല്ല ഉദ്ദേശം. ജനം ദുഷ്ടതയിൽ മുൻപിലേക്ക് പോയാൽ അതിൽ മരിക്കുമെന്ന തിരിച്ചറിവ് ജനത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പാകത്തിനവരെ ഉപദേശിക്കണം. ഇത് യേശുക്രിസ്തു പറയുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം നടക്കത്തക്കവണ്ണം ജനത്തെ നിത്യതയ്ക്ക് എത്തിക്കുവാൻ പാകത്തിന് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യണം. അതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചത്. അല്ലാതെ എങ്ങനെങ്കിലും ചെയ്താൽ പോരാ. നോർത്ത് ഇന്ത്യ മുഴുവൻ ഞാൻ സുവിശേഷീകരിച്ചിരിക്കുന്നു. ജനത്തെ നിത്യതയ്ക്ക് എത്തിക്കാൻ പാകത്തിന് ചെയ്യുന്നില്ലെങ്കിൽ ആ പണി കൊണ്ട് യാതൊരു ഗുണവുമില്ല. ദുഷ്ടന് തന്നെയാണ് നേട്ടം. ഇനി വളരെ ഗൗരവമേറിയ ഒരു കാര്യം കൂടി ഞാൻ ആ ചാപ്റ്ററിൽ നിന്ന് എടുത്തു പറയാൻ താല്പര്യപ്പെടുകയാണ്. യെഹെസ്കേൽ 33-12 മുതലുള്ള വാക്യം. മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പറയേണ്ടത്, ദൈവമക്കളോട് പറയേണ്ടതെന്ന് വെച്ചോളൂ. നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവന്റെ നീതി അവനെ രക്ഷിക്കയില്ല. നമുക്കറിയാം ഈ വ്യാഖ്യാനങ്ങളിൽ നിന്ന് PG
ഒരു നല്ല വിശുദ്ധനായ മനുഷ്യനായിട്ടും നല്ലൊരു സുവിശേഷകനായിട്ടുമാണ് എല്ലാവരും പറയുന്നത്. ശരി തന്നെയായിരിക്കാം. അങ്ങനെയാണെന്ന് വരികിൽ അദ്ദേഹത്തിന്റെ 84-ാം വയസ്സിൽ അദ്ദേഹം ഇതുവരെ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്തിട്ട് ഒടുവിൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റും ഇതുപോലുള്ള അനാവശ്യ നൃത്ത പരിപാടികൾ ചെയ്യുന്നുണ്ട് എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവസ്നേഹത്തിലുള്ള വികാരപ്രകടനമാകണം, അല്ലാതെ അഭിനയമാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതിനിവിടെ മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ ഉണ്ട്. അതിനിവിടെ PGയും ബാബു ചെറിയാമ്പാസും ഒന്നും പോണ്ട. അതിനിവിടെ വേറെ ആൾക്കാരുണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം വിൽപ്പന തുടങ്ങിയത് കൊണ്ടാണ് തലമുറകൾ വഴിതെറ്റുന്നത്. പരിശുദ്ധാത്മാവിന് പകരം ഓളം മാത്രമായി മാറി. കീബോർഡ് വായനയും മറ്റുതര അടിപിടി ബഹളമുണ്ടാക്കൽ സാധനങ്ങളുടെയും അകമ്പടിയോടുകൂടി പരിശുദ്ധാത്മാവെന്ന വ്യാജേന ഇവിടെ അഭിനയങ്ങൾ തുടങ്ങി. അവിടെയാണ് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിച്ചു കളയുന്ന ഏടാകൂടം ഉണ്ടായത്. അത് തന്നെയാണ് ഇവിടെ കാണിച്ചതെന്ന തിരിച്ചറിവുണ്ടായിട്ട് ഇത്രയും കാലം നീതിയിൽ നിന്നെങ്കിൽ ഈ ഒരു പ്രാവശ്യം നടത്തുന്ന ദുഷ്ടത ഇത്രയും കാലം ഉണ്ടായിരുന്ന നീതിയെ തുടച്ചു കളയുമെന്ന് തിരിച്ചറിയണം. ഇവിടെ ഇങ്ങനെ പറയുന്നത്, മനുഷ്യപുത്ര, നീ സ്വജാതിക്കാരോട് പറയേണ്ടത്, നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവന്റെ നീതി അവനെ രക്ഷിക്കയില്ല എന്ന് പറഞ്ഞാൽ 84 വയസ്സുവരെ നീതി ചെയ്തിട്ട് 84-ാം വയസ്സിൽ തിന്മ ചെയ്താൽ അതുവരെ ചെയ്ത മുഴുവൻ നീതിയും വാഷ് ഔട്ടായി പോകും. വളരെ കൃത്യമായിട്ട് തിരിച്ചറിയണം. അടുത്ത് പറയുകയാണ്, ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ തന്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയില്ല. 84 വർഷം ദുഷ്ടത ചെയ്ത്, അല്ലെങ്കിൽ 100 വർഷം ദുഷ്ടത ചെയ്തിട്ട് അയാൾ മാനസാന്തരപ്പെട്ടാൽ അയാളുടെ ദുഷ്ടത മുഴുവൻ കർത്താവ് ഉപേക്ഷിക്കും. 100 വർഷം നീതി ചെയ്തിട്ട് അയാൾ ദുഷ്ടത ചെയ്താൽ അയാളുടെ നീതി മുഴുവൻ കർത്താവ് ഉപേക്ഷിക്കും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാണ്ടോ? ചിലരൊക്കെ ഞാൻ പറഞ്ഞത്, അയ്യോ PG അങ്കിൾ ഇത്രയും കഷ്ടപ്പെട്ടു, അത് ചെയ്തു ഇത് ചെയ്തു, അയാൾക്കൊരു തെറ്റ് വയസ്സാങ്കാലത്ത് പറ്റിയാൽ തന്നെ ക്ഷമിച്ചൂടെ? നമുക്കൂടെ ഒരു കുഴപ്പമില്ല, നമുക്ക് ക്ഷമിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. നമുക്ക് പിന്നെ നമ്മൾ ക്ഷമിച്ചാൽ എന്ത്, ക്ഷമിച്ചില്ലെങ്കിൽ എന്ത്, അതൊന്നും വിലയുള്ള കാര്യമല്ല. പക്ഷെ ദൈവം മുൻപിൽ ഇത്രയും റിസ്ക് എടുത്തോടിയ മനുഷ്യൻ ഈ വയസ്സാങ്കാലത്ത് ആ പാട്ടിനെയും അവഹേളിച്ച്, പാട്ടുകാരനെയും അവഹേളിച്ച്, പാടിയവരെയും അവഹേളിച്ച് ഈ തുള്ളിച്ചാട്ടം നടത്തി വേടന് തുല്യം അതപ്പതിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കത്തക്ക ക്ഷണത്വം കൃപയാൽ ഇപ്പോൾ എനിക്കില്ല. അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുകയാണ്. 100 കണക്കിന് യൗവനക്കാർ ഇവരുടെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അവരെ വഴിപിഴപ്പിക്കാതിരിക്കാൻ ഉണ്മയിലേക്ക് മടങ്ങി വന്നേ പറ്റൂ. ആ കാണിച്ചതിനെ ന്യായീകരിക്കാൻ നിൽക്കാതെ ഹല്ലേലൂയയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പേര് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ന്യായീകരണങ്ങളല്ല ഇവിടെ ആവശ്യം. തെറ്റ് പറ്റിയതിനെ തെറ്റെന്ന് ഏറ്റു പറയുകയാണ് ചെയ്യേണ്ടത്. വികാരമില്ലാത്ത പ്രകടനം വെറും അഭിനയമാണെന്ന് തിരിച്ചറിവ് ജനത്തിനുണ്ടെന്നറിയണം. ജനത്തിന്റെ കണ്ണിൽ മണ്ണിടാൻ കഴിയുമെന്ന് നേതാക്കന്മാരാരും കരുതരുത്. യൂട്യൂബേഴ്സിന് ജനത്തെ അങ്ങനെ കയറി ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതരുത്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. 13-ാം വാക്യം, നീതിമാൻ പാപം ചെയ്യുന്ന നാളിൽ അവന് തന്റെ നീതിയാൽ ജീവിക്കാൻ കഴിയുകയില്ല. നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തന്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നു എങ്കിൽ, വളരെ ശ്രദ്ധിക്കണം, അവൻ തന്റെ നീതിയിൽ ആശ്രയിച്ച് ദൈവമക്കൾ എന്ന പദവി ഉപയോഗിച്ച് അതിക്രമം ചെയ്യുന്നു എങ്കിൽ, വേടൻ കളിക്കുന്നു എങ്കിൽ അവന്റെ നീതി പ്രവർത്തികൾ ഒന്നും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതികേട് നിമിത്തം അവൻ മരിക്കും. ഈ വാക്യം വളരെ ഗൗരവത്തോടെ അറിയണം. തെറ്റുപറ്റിപ്പോയ PGയെ പൊതിയുകയല്ല എനിക്ക് ആവശ്യം. ആ PG അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ മാപ്പ് പറഞ്ഞ് ജനത്തോട് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് ഇനി ആരെങ്കിലും ഇതുപോലെ അഭിനയിച്ച് ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കെല്ലാം അത് പാടില്ലെന്നൊരു പാഠം കൊടുക്കാൻ PGക്ക് ഇപ്പോൾ കഴിയും. അത് PG ചെയ്യണം. PG അത് ചെയ്തില്ലെങ്കിലും ബാബു ചെറിയാമ്പാസ്റ്റർ ചെയ്യണം. കാരണം അദ്ദേഹം കുറച്ചുകൂടി ജനഹൃദയങ്ങളിൽ ആത്മീകനെന്ന പേരുണ്ടാക്കിയിട്ടുള്ളയാളാണ്. അതുകൊണ്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ അതിനൊരു നീതീകരണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് പറയുമ്പോൾ അവൻ തന്റെ പാപം വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും പണയം തിരികെ കൊടുക്കുകയും അപഹരിച്ചത് മടക്കി കൊടുക്കുകയും നീതികേടൊന്നും ചെയ്യാതെ ജീവന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും. അവൻ ചെയ്ത പാപം ഒന്നും അവന് കണക്കിടുകയില്ല. കണ്ടോ, പാപത്തിൽ 90 വയസ്സ് വരെ ജീവിച്ചയാള്
പാപം ഉപേക്ഷിച്ച് നീതിയെ സ്വീകരിച്ചാൽ അയാളുടെ പാപം മുഴുവൻ എഴുതിത്തള്ളും. നീതിമാനായി 90 വയസ്സ് വരെ ജീവിച്ചയാള് പാപത്തിലേക്ക് ഇറങ്ങിയാൽ അയാളുടെ നീതി എഴുതിത്തള്ളും. എന്നാൽ നിന്റെ സ്വജാതിക്കാർ കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. അവരുടെ വഴി അത്രേ ചൊവ്വില്ലാതിരിക്കുന്നത്. വാക്യങ്ങളുടെ ആഴം പിടികെട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിക്കുമ്പോൾ പറയുന്നത്, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. മാന്യ സുഹൃത്തുക്കളെ, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. നമുക്കെല്ലാവർക്കും തെറ്റുപറ്റത്തക്ക ഒരു ശരീരത്തിലാണ് നമ്മൾ വസിക്കുന്നത്. കുറവുകളില്ലാത്ത മനുഷ്യരില്ല, അബദ്ധങ്ങൾ പറ്റിപ്പോകാത്ത മനുഷ്യരില്ല. അവകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ച് ഒരു മടങ്ങി വരവാണ് നമുക്കാവശ്യം. ബഹുമാനപ്പെട്ട PG അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോർത്ത് ഇന്ത്യയിലുടനീളം സുവിശേഷത്തിന്റെ ഒരു വലിയ ചുക്കാൻ പിടിച്ച അനുഗ്രഹീതനായ മനുഷ്യനായിട്ടാണ് മനസ്സിലാക്കുന്നത്. നല്ലൊരു പട്ടാളക്കാരനായിരുന്ന മനുഷ്യൻ ആ ജോലി ഉപേക്ഷിച്ച് അതിന്റെ ഒരു ആനുകൂല്യങ്ങളും വാങ്ങാതെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷികളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവകളെല്ലാം നല്ലത്. പക്ഷെ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ തിന്മയിലേക്ക് ഇറങ്ങിപ്പോയാൽ ഈ ചെയ്തു കൂട്ടിയതൊന്നും കർത്താവ് കണക്കിടില്ല എന്ന് മനസ്സിലാക്കണം. ഞാനും നിങ്ങളും ഒക്കെ കണക്കിടും. പക്ഷേ കർത്താവിന് ഇതൊന്നും കണക്കിടാനാവില്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. നിർമ്മലനായ ദൈവത്തിന്റെ മുമ്പിൽ, അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ള ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും ചെന്ന് നിൽക്കേണ്ടി വരും. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി നമ്മൾ, അനേകരെ ക്രിസ്തുവിലേക്ക് നടത്താൻ വേണ്ടി ഇറങ്ങിയ നമ്മൾ ആൾക്കാരെ പാളം തെറ്റിക്കുകയാണെങ്കിൽ, ആൾക്കാരെ വഴിതെറ്റിക്കുകയാണ് എങ്കിൽ നമ്മൾ ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും എന്നതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ദൈവദാസന്മാരായ നമുക്ക് വചനപ്രകാരം വിശുദ്ധിയോടെ നിൽപ്പാൻ ദൈവം കൃപ നൽകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വീഡിയോകൾ കൊണ്ട് PGക്ക് മനപ്രയാസം ഉണ്ടാകുന്നു എന്ന് ഞാൻ കേട്ടു. PGയുടെ വളരെ വേണ്ടപ്പെട്ടയാൾ എന്നെ വിളിച്ചെടുത്ത് പറഞ്ഞു, അങ്കിളിന് ഭയങ്കര പ്രയാസമാണ്. പക്ഷേ നമുക്ക് വേണ്ടി ജീവന നൽകിയ കർത്താവിന്റെ പ്രയാസം വെച്ച് നോക്കുമ്പോൾ അങ്കിളിന്റെ പ്രയാസം മുഖവിലേക്ക് എടുക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അങ്കിളിന് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന് പ്രയാസം ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി ദൈവസഭയ്ക്ക് ദൈവദാസൻ കാണിച്ച ഈ പ്രകടനം ഗുണമുണ്ടാക്കിയിട്ടില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ അതിന് ക്രമീകരണം വരുത്തുകയാണ് വേണ്ടത്. ചിലരൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചത്, പാസ്റ്റർക്ക് അറിയാമോ, അത് ഒരു യൂത്ത് മീറ്റിംഗ് ആയിരുന്നു. എന്നോട് ഈ പറഞ്ഞ ആൾക്കാരോട് എനിക്ക് പുച്ഛമാണ്. കാരണം ഈ യൂത്ത്സ് ആണ് നാളത്തെ സഭയുടെ നട്ടെല്ലായി നിൽക്കുന്നവർ. ആ യൂത്ത്സിന്റെ മുമ്പിൽ ചെന്ന് പ്രകടനം നടത്തുകയാണെങ്കിൽ, ഒറിജിനൽ അല്ലാത്ത കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ, വചനവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ, യു ആർ ചീറ്റിംഗ് അവർ യൂത്ത്സ്. അത് തിരിച്ചറിഞ്ഞിരിക്കണം. നമ്മുടെ യുവജനങ്ങളെ നശിപ്പിക്കുന്ന, ചതിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രകടനങ്ങളല്ല ഉണ്ടാകേണ്ടത്. ആ ജനത്തിന് കൃത്യമായ പരിശുദ്ധാത്മാവിന്റെ നിറവാണ് ഉണ്ടാകേണ്ടത്. വചനത്തിന്റെ ആഴമാണ് ഉണ്ടാകേണ്ടത്. യൗവനക്കാരെ ആകർഷിക്കാൻ വേണ്ടി പല സഭക്കാരും യൂത്ത് ക്യാമ്പുകളിൽ ക്രിക്കറ്റ് കളിയും ഉന്നയ്ക്ക പറക്കലും നാരങ്ങ പറക്കലും കബഡികളിയും ആരംഭിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവകൾക്ക് വേണ്ടി അല്ല നമ്മൾ യൂത്ത് ക്യാമ്പുകൾ ക്രമീകരിക്കുന്നത്. വിശുദ്ധ വചനം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയാണ്. വചനത്തിനകത്തെ നന്മകൾ കുഞ്ഞുങ്ങൾക്കകത്ത് നിറയ്ക്കാൻ വേണ്ടി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വിട്ടുതരുമ്പോൾ അവരെ കൊണ്ടു നിർത്തി അവർക്ക് നാട്ടിൽ ലഭ്യമാകുന്ന ക്രിക്കറ്റുകളെയും ഫുട്ബോളുമാണ് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്നതെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് കഥ എന്താണ്? കുറെ നാളുകൾ കൂടി മുമ്പിലേക്ക് ചെല്ലുമ്പോൾ MDMAയും കൂടി കൊടുത്താലേ കുഞ്ഞുങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞ് അവകൾ കൂടി നിങ്ങൾ കൊടുക്കില്ലെന്ന് ആർക്കറിയാം. അതുകൊണ്ട് യൗവനക്കാരുടെ മുമ്പിലാണ് ഇത് കാണിച്ചതെങ്കിൽ വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫെലിസ്ത്യരോട് വിജയിക്കുവാൻ പെട്ടകം എടുത്തുകൊണ്ട് വെച്ചിട്ട് അനാവശ്യ ഡാൻസ് കളിച്ച ഇസ്രായേൽ പടയിൽ പട്ടുപോയി, പെട്ടകം പിടിക്കപ്പെട്ടു എന്ന വസ്തുത തിരിച്ചറിയണം. അതുകൊണ്ട് യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ അഭ്യാസം കാണിക്കാതെ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. അഭിനയിച്ചിറങ്ങിയ ദാവീദ് വഴിയിൽ വെച്ച് പരാജയപ്പെട്ടു പോയി, ഊസ പട്ടുപോയി. പിന്നീട് നടക്കേണ്ട വണ്ണം ദൈവസന്നിധിയിൽ ഇറങ്ങി അയാൾ നൃത്തം ചെയ്തപ്പോൾ പെട്ടകം യെരുശലേമിൽ എത്തുകയും ചെയ്തു. ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടവനാവുകയും ചെയ്തു. അതുകൊണ്ട് ജനത്തെ ആകർഷിക്കാൻ വേണ്ടി അഭ്യാസങ്ങൾ കാണിക്കുന്നത് മാറ്റിവെച്ച് പരിശുദ്ധാത്മ നിറവിൽ ശുശ്രൂഷിപ്പാൻ തയ്യാറാകാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.